മുഖവാക്ക്, ഖിലാഫത്തിൻ്റെ പുതു ആഖ്യാനങ്ങൾ. 1924 മാർച്ച് 3 തുർക്കിയ റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻ്റായ മുസ്തഫ കമാൽ 13 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്ത് നിലനിന്ന ഖിലാഫത്ത് എന്ന ഭരണ സംവിധാനത്തെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ ഇല്ലാതാക്കിയത്. ആ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടു. ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രയാണത്തിൽ വളരെ നിർണായകമായിരുന്നു ഈ നിമിഷം. ഖിലാഫത്തിൻ്റെ അവസാന കേന്ദ്രമായ തുർക്കിയയിലും ആ ഘടനയുടെ ഉന്മൂലനം വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഖിലാഫത്തിൻ്റെ തിരോധാനത്തെ സംബന്ധിച്ച് തുടക്കം മുതൽക്കേ 2 അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഖിലാഫത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ദൗത്യം എന്താണോ അത് നിർവഹിക്കാൻ കഴിയാതെ ജീർണപ്രായമായി തീർന്ന ഒരു സംവിധാനം കാലപ്രവാഹത്തിൽ മുങ്ങിപ്പോവുക സ്വാഭാവികമാണെന്നും അതിൽ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ലെന്നുമാണ് ഒരഭിപ്രായം. ഖിലാഫത്ത് സംവിധാനം തകർക്കപ്പെട്ടതോടെ മുസ്ലിം ലോകം അക്ഷരാർത്ഥത്തിൽ അനാഥമായെന്ന് മറുപക്ഷവും വാദിക്കുന്നു. ആത്യന്തിക വാദങ്ങൾ മാറ്റി നിർത്തിയാൽ ഇരുപക്ഷത്തും കുറേയേറെ ശരികളുണ്ട്. ഖിലാഫത്ത് തകർക്കപ്പെട്ടതോടെ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്ന രാഷ്ട്രീയ അധികാര കർത്തൃത്വം നഷ്ടമായി എന്നത് ആർക്കും നിഷേധിക്കാനാവില്ല. കൊളോണിയൽ ശക്തികൾ മുസ്ലിം നാടുകൾക്കുമേൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുന്നതും അതിനുശേഷമാണ്. ഇതിനോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ മുസ്ലിം കൂട്ടായ്മകളും രൂപീകൃതമായത് എന്നൊരു നിരീക്ഷണമുണ്ട്. ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനം ലക്ഷ്യമായി സ്വീകരിച്ച സംഘടനകൾ വരെയുണ്ട്. ആഗോളതലത്തിൽ ഇസ്ലാം ഭീതി ഉൽപ്പാദിപ്പിക്കാൻ ഖിലാഫത്തിനോളം പോന്ന മറ്റൊരു സംജ്ഞയില്ല. IS പോലുള്ള ഭീകര സംഘങ്ങളുടെ തലവന്മാർ സ്വയം ഖലീഫമാരായി ചമഞ്ഞതോടെ ഖിലാഫത്ത് എന്ന വിഷയം ചർച്ചയ്ക്കെടുക്കാൻ തന്നെ പലർക്കും ഭയമായി. പക്ഷേ ഇപ്പോൾ ഖിലാഫത്ത് എന്ന ആശയം ചർച്ചയ്ക്കെടുക്കാൻ മുസ്ലിം സമൂഹത്തിനകത്തും പുറത്തുമുള്ള പല ചിന്തകരും ഗവേഷകരും തയ്യാറാവുന്നു എന്നത് ശുഭസൂചനയാണ്. ഇല്ലാതായിപ്പോയ ഖിലാഫത്തിൻ്റെ ഭൗതിക ഘടനയെ അതേപടി പുനഃസ്ഥാപിക്കണമെന്ന് ഇന്നാരും പറയുന്നില്ല. മൊറോക്കൻ പണ്ഡിതൻ അഹമ്മദ് റൈസൂനി ചൂണ്ടിക്കാട്ടിയതുപോലെ ഖിലാഫത്ത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു ചരിത്ര അനുഭവമാണ്. അത് മതസംജ്ഞ എന്നതിലുപരി ഒരു ചരിത്ര സംജ്ഞയാണ്. അതിനാൽ പഴയത് മടക്കിക്കൊണ്ടുവരാനല്ല, ആ ആശയത്തിൻ്റെ പുതിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ആവിഷ്കാരങ്ങളെക്കുറിച്ചാണ് ഗവേഷകർ ആലോചിക്കേണ്ടത്. ഏതാണ്ട് യൂറോപ്യൻ യൂണിയൻ മാതൃകയിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും സമൂഹങ്ങളുടെയും സഖ്യമാണ് പുതിയ ഖിലാഫത്ത് പരികൽപ്പനയെന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രശസ്ത ഈജിപ്ഷ്യൻ നിയമജ്ഞനായ അബ്ദുറസാഖ് സൻഹൂരി പാഷ പറഞ്ഞു വച്ചിട്ടുണ്ട്. സൽമാൻ സയ്യിദ്, ഒവാമിർ അഞ്ചും പോലുള്ള നമ്മുടെ കാലത്തെ യുവ ഗവേഷകർ പുതിയ അർത്ഥതലങ്ങളിലേക്ക് ഖിലാഫത്തിനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. തുനീഷ്യൻ ചിന്തകനായ റാഷിദ് ഗനൂഷി ഇസ്ലാമിക ഭരണസങ്കല്പത്തെ നമ്മുടെ കാലത്ത് പ്രാമുഖ്യം നേടിയ ബഹുകക്ഷിത്വവുമായും പൗരത്വ വീക്ഷണങ്ങളുമായും മറ്റും ചേർത്ത് നിർത്തിയാണ് ആവിഷ്കരിക്കേണ്ടത് എന്ന പക്ഷക്കാരനാണ്. ഇങ്ങനെ പല രീതിയിൽ ചർച്ചയ്ക്കെടുക്കാവുന്ന വിഷയമാണ് ഈ ലക്കത്തിൻ്റെ ഹൈലൈറ്റ്.